ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദേവമംഗലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. എന്തായാലും സുകന്യെ ധർമ്മനൊന്ന് പേടിപ്പിക്കുകയാണ്. അളിയൻ നിന്നെ മിക്കവാറും ആ ആശുപത്രി കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. ഏതാശുപത്രിയിൽ? അതും ഏതാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എൻ്റെ സുകന്യെ? ഭ്രാന്താശുപത്രിയിൽ. അല്ല, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നുന്നത് കൊണ്ടേ നിനക്കിത് ഭ്രാന്താന്നെങ്ങാനും കരുതി അളിയൻ നിന്നെ ആ ആശുപത്രി കൊണ്ടുപോകണമെന്ന് എന്നോട് പറയുമെന്ന് എൻ്റെ സംശയം എന്ന് പറയണേ. ദേ ധർമ്മേട്ട, ചുമ്മാ അനാവശ്യം പറയരുത്. എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് എനിക്ക് ഇനി ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മതി എന്ന് സുകന്യ പറയും. അല്ലെങ്കിൽ തന്നെ അവൻ കള്ള് കുടിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞാൻ കണ്ടതല്ലേ 4 കാലിൽ മദ്യപിച്ച് മതോന്മതനായി കയറി വരുന്നത്. അവനെ ആ മീനാക്ഷി കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച റൂമിലോട്ട് കൊണ്ടുപോയത് എന്ന് പറയാം. ദേ വീണ്ടും നീ ആ മറ്റേ സ്റ്റേഷൻ ഉണ്ടല്ലോ, എന്താണ് ഹാലുസിനേഷൻ, അതുപോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നതേ ഹാലുസിനേഷൻ്റെ ലക്ഷണമാണ്. നിനക്കിപ്പോൾ അതാ സുകന്യെ. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ അത് വേഗം ഭേദമാകും എന്ന് ധർമ്മം പറയും. ദേ ധർമ്മേട്ട, ചുമ്മാ ഇല്ലാത്ത രോഗങ്ങളെപ്പറ്റി ഒന്നും പറയരുത് കേട്ടോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതെന്നെ ആരോ മനഃപൂർവ്വം കളിയാക്കാൻ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തതാ. അല്ലെങ്കിൽ പിന്നെ ബാലേട്ടൻ വിളിച്ചപ്പോൾ മദ്യപിക്കാത്ത പോലെ അവൻ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയല്ലോ. എന്തോ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ പെട്ടെന്ന് ധർമ്മം കയറി കിടക്കും കേട്ടോ. ധർമ്മേട്ടൻ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. എന്നെ കൊടുക്കാൻ നോക്കിയ എല്ലാവരും ഞാൻ പറയും. അപ്പോൾ പെട്ടെന്ന് ധർമ്മൻ ഉറങ്ങിയ പോലെ കൂർക്കൊക്കെ വലിച്ചങ്ങ് കിടക്കും. ഓ ഈ മനുഷ്യൻ എന്നും പറഞ്ഞ് സുകന്യയും രാവിലെ നമ്മുടെ ദേവി ഹാളിലിരുന്ന് ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുക. ഗർഭകാലത്ത് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അടങ്ങിയ പുസ്തകമാണ് ദേവി വായിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, അമ്മമാർ ചെരിഞ്ഞ് കിടന്ന് വേണം ഉറങ്ങാൻ. അപ്പോൾ ദേവി മനസ്സിൽ പറയും, ഓഹോ അപ്പോൾ ചെരിഞ്ഞ് കിടന്ന് വേണം ഉറങ്ങാനല്ലേ, ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് തൊട്ട് അങ്ങനെ തന്നെ വേണം ഉറങ്ങാൻ എന്നൊക്കെ ദേവി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് സുകന്യ കടന്നു വരുന്നത്. അപ്പോൾ സുകന്യ, എന്തൊരു ചൂടാ, ആവി എടുത്തിട്ട് മനുഷ്യനിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവി പറയും, അയ്യോ അതിനിവിടെ അത്രയ്ക്ക് ചൂടൊന്നും ഇല്ലല്ലോ, നല്ല കാലാവസ്ഥയല്ലേ ഇവിടെ ഉള്ളത് എന്ന് പറയും. ഇതാണോ നല്ല കാലാവസ്ഥ? ചൂട് കാരണം മനുഷ്യന് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, ദേവിയുടെ വീട്ടിൽ AC ഉണ്ടായിരുന്നോ എന്നപ്പോൾ ചോദിക്കും. അത് AC എന്ന് അപ്പോൾ പറയും. ഓ ഇല്ലായിരിക്കും അല്ലേ, ദേവിയുടെ വീട്ടിൽ ഇതൊന്നും കാണാൻ ഒരു ചാൻസും ഇല്ലല്ലോ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ദേവി പറയും, അല്ല സുകന്യേച്ചി, നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പം ആ വീട്ടിലെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി വേണ്ടേ ജീവിക്കാൻ എന്ന് ചോദിക്കും. എന്ത് സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി? നമ്മൾ ആ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങുമല്ല വേണ്ടത്, മറിച്ച് അവിടുത്തെ സാഹചര്യം മെച്ചപ്പെടുത്താനാണ് നോക്കേണ്ടേ എന്ന് സുകന്യ പറയും. ഓ അങ്ങനെയോ എന്ന് ചോദിക്കും കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാ റൂമിലും AC ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ജീവിച്ച് ഇവിടെ വന്ന് എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് സുകന്യ പറയേ. അപ്പോൾ ദേവി ചോദിക്കും, അല്ല ചേച്ചിയുടെ വീട്ടിൽ ധർമ്മമാമനെയും കൂട്ടിക്കൊണ്ട് നിങ്ങളൊന്നും പോയില്ലല്ലോ? ഓ സുകന്യ അപ്പോൾ ചോദിക്കും, ദേവിക്ക് എന്നെ ഇപ്പം തന്നെ ഓടിച്ചു വിടാൻ ധൃതിയായോ? ഏയ് അതുകൊണ്ടല്ല, സാധാരണ അങ്ങനെ നാട്ടുനടപ്പുള്ളതല്ലേ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയാം. ഓ അങ്ങനെ. അല്ല അങ്ങനെ ചടങ്ങൊക്കെ നടത്താൻ എൻ്റെ വീട്ടിൽ ആരും ഇവിടെ ഇല്ലല്ലോ, എല്ലാവരും കാനഡയിലാണ്. ഓഹോ ചേച്ചിയുടെ ബന്ധുക്കളൊക്കെ കാനഡയിലാണോ അപ്പോൾ ഉള്ളത്? അതെ, പിന്നെ ആകെ ഉള്ളത് രാജശ്രീ ചേച്ചിയാ. ആ വീട്ടിലാണെങ്കിൽ എന്നെ ഒട്ട് വിടത്തുമില്ല എന്ന് സുകന്യ പറയും. ഓ അങ്ങനെ. അല്ല ചേച്ചി എവിടെയാണ് പഠിച്ചതൊക്കെ എന്ന് അപ്പോൾ ദേവി വീണ്ടും ചോദിക്കേ. ഞാൻ അങ്ങ് ബാംഗ്ലൂരിലെല്ലാം പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയും. ഓ ബാംഗ്ലൂരിലോ? പക്ഷേ എറണാകുളത്തെങ്ങോ ആണെന്നാണല്ലോ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പെട്ടെന്ന് ഗോമതി നമ്മുടെ ദേവിക്കുള്ള ജ്യൂസുമായിട്ട് വരിക. അതേ മോളെ ഈ ജ്യൂസും കൂടി കുടിച്ചേ എന്ന് പറയും. ഓ ഈ അമ്മ ഒരിടത്ത് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെ കഴിപ്പിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കഴിക്കാനുള്ള പാട് എനിക്കല്ലേ അറിയുള്ളൂ എന്നിങ്ങനെ പറയണേ. അതൊന്നും പറയാൻ പറ്റില്ല, നീ ഇതെല്ലാം കഴിക്കണം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാ എന്ന് അപ്പം ഗോമതി പറയും കേട്ടോ. അപ്പം ഗോമതിയോട് പറയാം, അമ്മയല്ലേ പറഞ്ഞത് സുകന്യേച്ചി പഠിച്ചതൊക്കെ എറണാകുളത്താണെന്ന്, ഇപ്പം പറയുമോ ബാംഗ്ലൂരാണെന്ന്? എറണാകുളത്താണെന്നാണല്ലോ സുകന്യ എന്നോട് ആദ്യം പറഞ്ഞേ എന്ന് അപ്പോൾ ഗോമതിയും ചോദിക്കും കേട്ടോ. അപ്പോൾ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയും, ഈ ടോപ്പിക്ക് പെട്ടെന്ന് മാറ്റണം, അല്ലേ എനിക്കിട്ട് തന്നെ പണി കിട്ടും എന്ന് പറയണേ. അപ്പോൾ സുകന്യ പറയും, അല്ല ഞാൻ ബാംഗ്ലൂരും പഠിച്ചിട്ടുണ്ട് എറണാകുളത്തും പഠിച്ചിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഡ്യൂക്കേഷനുള്ള ആളാണ്, രണ്ടിടത്തും പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ദേവി വീണ്ടും സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ സുകന്യ അങ്ങോട്ട് ചോദിക്കും, അല്ല ദേവിയുടെ വീട്ടിൽ നിന്ന് ആരാ ഇതുവരെ ദേവിയെ കാണാൻ വരാത്തെ? സാധാരണ ഗർഭിണിയായ മകളെ കാണാൻ അച്ഛനും അമ്മയൊക്കെ വരേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാം. അപ്പോഴത്തേക്കും ദേവിയാണെങ്കിൽ ഒന്ന് പതറും കേട്ടോ. അത് പിന്നെ
ആ ഗർഭിണിയായ മകളെ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കേണ്ട കടമ അവർക്കില്ലേ? അങ്ങനെയൊക്കെയല്ലേ നാട്ടുനടപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേവിയെ ജ്യൂസ് എടുത്ത് കുടിക്കുവേ. ദേവി ഗർഭിണിയായിട്ടും ഇത്ര ദിവസമായിട്ട് അച്ഛനെ അമ്മയെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്. അപ്പൊ ഗോമതി പറയും, ദേവിയുടെ അച്ഛനെ കുറിച്ച് സുഗനിക്ക് അറിയാവോ എന്ന് ചോദിക്കുക. എന്തോ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്, കൂടുതലൊന്നും അറിയില്ല എന്ന് പറയാ. എന്തോ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളോ? അങ്ങനെ നിസ്സാരമായിട്ടൊന്നും പറയരുത് എന്ന് ഗോമതി പറയും. ഉദയഭാനു സാറോ? ഉദയഭാനു സാറേ വലിയൊരാളാ, കോടീശ്വരനാ, കോടീശ്വരൻ എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ സുകന്യ അന്തം വിട്ട് നിൽക്കുക. ദേവിയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഇതൊന്നും പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കുക. ഉദയഭാനു സാറിന് എത്ര രാജ്യത്ത് ബിസിനസ് ഉണ്ടെന്നറിയോ? ഇല്ല, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴത്തേക്കും കോമതി കയ്യിൽ വിരലുകളൊക്കെ എണ്ണി പറയും, മലേഷ്യ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ബിസിനസ് ഉണ്ട്. പിന്നെ വേറെ എവിടെയോ ഒരു സ്ഥലം കൂടി പറഞ്ഞായിരുന്നു. എവിടെയാ മോളെ അത്? അത് എന്ന് പറഞ്ഞ് ദേവി കിടന്ന് ഉരുളുമ്പം നമ്മുടെ ഗോമതി തന്നെ പറയും, തായ്ലൻഡ്, അവിടെയും ബിസിനസ് ഉണ്ട്, വലിയ പുള്ളിയാ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും സുകന്യ ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിക്കുക. അതെ അതെ. ദേവിയുടെ അച്ഛൻ ഇത്രയ്ക്ക് വലിയ ബിസിനസ്സുകാരനാണോ? പിന്നെ അതെയോന്നോ ദേവി, എന്തൊക്കെയാ അച്ഛൻ്റെ ബിസിനസ് എന്ന് ദേവിയോട് ചോദിക്കും. ബിസിനസ് അങ്ങനെ പലതും ഉണ്ട്, അതിപ്പോൾ പറയാനൊന്നും എനിക്കറിയില്ല. അതെ, ദേവി മോക്ക് അതൊന്നും ആരോടും പറയുന്നൊന്നും ഇഷ്ടമില്ല. അത്ര എളിമയോടെ ജീവിക്കുന്ന ഇവർക്കൊക്കെ താല്പര്യം. കോടീശ്വരൻ്റെ മകളാണെങ്കിലേ അതിൻ്റെ യാതൊരു അഹംഭാവവും എൻ്റെ ദേവി മോക്കില്ല. എല്ലാവരെയും സാധാരണ പോലെ കാണുന്ന കുട്ടിയാ. ഉദയഭാനു സാറും അങ്ങനെയൊക്കെ തന്നെയാ. എത്ര കാറുകളുണ്ട് എങ്കിലും ഓട്ടോയിലേ സഞ്ചരിക്കൂ. കോടീശ്വരനാണെങ്കിലും ലളിതമായ ജീവിതം. ഉദയഭാനു സാറിന്റെ മനുഷ്യരെയൊക്കെ ഇക്കാലത്ത് കാണാൻ പോലും കിട്ടില്ല. നമ്മുടെ ഒന്നും ഇവിടെ അങ്ങനെയുള്ള മനുഷ്യർ പോലും ഇല്ല. ബാലേട്ടന് അതല്ലേ ഉദയഭാനു സാറിനോട് ഇത്ര ബഹുമാനം. ഓ, ദേവി ഇത്ര വലിയ പുള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നപ്പോൾ പറയൂട്ടോ. എവിടെയൊക്കെയാ തോട്ടങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് എന്ന് കോമതി വീണ്ടും പറയും. മൈസൂരിൽ എന്തോ 500 ഏക്കർ ഉണ്ട്. ആഹാ എന്നപ്പം സുഗനി പറയും. പിന്നെ കൂർക്കിൽ കാപ്പിത്തോട്ടം, പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ വാങ്ങി ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്ന കേൾക്കാം, എനിക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഇന്ന് കേരളത്തിലാണെങ്കിലേ നാളെ അമേരിക്കയിലായിരിക്കും, മറ്റന്നാൾ ദുബായിലായിരിക്കും. അങ്ങനെ വീട്ടിലിരിക്കാൻ പോലും സമയമില്ലാത്ത മനുഷ്യനാ. അതിൻ്റെ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. അങ്ങനെയാ ഉദയഭാനു സാറിൻ്റെ ജീവിതം. അത്രയും വലിയ മനുഷ്യൻ്റെ മകളാ ഈ ഇരിക്കുന്ന ദേവി എന്ന് കണ്ടാ പറയൂ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ദേവിയാണെങ്കിൽ ചിരിച്ചോണ്ട് ആകെ പെട്ടിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. എന്ത് പറയണമെന്ന് ദേവിക്കൊട്ട് അറിയത്തുമില്ല. എൻ്റെ ദൈവമേ, ഇവൾ ഇത്രയും വലിയ കോടീശ്വരിയുടെ മകളായിരുന്നു എന്ന് സുകന്യ അപ്പം മനസ്സിൽ പറയും. ഇതൊന്നും അറിയാതെ പോയല്ലോ എന്ന് സുകന്യ പറയാം. എന്തായാലും ഇവളുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിൽ പെട്ടെന്നൊരു കോള് വരികയാണ്. വേറെ ആരും അല്ല, ദേവിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ശ്രീകല ഓടി വന്ന് കോള് എടുക്കുകയാണ്. മോളെ, നീ അമ്മ എന്താ വല്ല ഓട്ട മത്സരത്തിനും പോയോ? ഇതെന്താ കിതയ്ക്കുന്നേ? ഞാൻ ആ മുറ്റത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ തട്ടുകട നടത്തുന്ന രമേശിനെ അച്ഛനെ അന്വേഷിച്ച് വരുന്നു. ഭാഗ്യത്തിന് അവനെന്നെ കണ്ടില്ല. ഞാൻ ഒരു വിധത്തിൽ മുമ്പേ ഓടി വാതിലടച്ചു. അയാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിച്ച അച്ഛൻ എന്ന് ചോദിക്കുക. രമേശിൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ മേടിച്ചിട്ടില്ല. മേടിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ അയാളെ കാണുമ്പം അമ്മ ഓടി അകത്ത് കയറി വാതിലടിച്ചേ? ഇത്ര പേടിക്കുന്ന എന്തിനാ? ഒരു ദിവസമേ അച്ഛൻ കടയിൽ ചെന്നപ്പോഴേ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരുമോ ഉദയൻ ചേട്ടാ എന്ന് ചോദിച്ചു. അവൻ്റെ റേഷൻ കാർഡ് എടുത്ത് അവൻ്റെ അച്ഛൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുത്തു. ഫോട്ടോസ്റ്റാറ്റ് അച്ഛൻ കൃത്യമായിട്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷെ റേഷൻ കാർഡ് കൊടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അതെന്താ അച്ഛൻ അങ്ങനെ ഒരു മറവി? സ്വന്തം റേഷൻ കാർഡല്ലേ, അത് ചോദിച്ചു മേടിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമല്ലേ? അവൻ അത് ചോദിച്ചുമില്ല. കൊടുക്കുക. എന്തു പറ്റാൻ? റേഷൻ കാർഡ് ഒരു പ്രയോജനം ഇല്ലാതെ ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതി അച്ഛനെടുത്ത് അത് ആർക്കോ എടുത്തു കൊടുത്തു. അച്ഛനൊരു 2000 രൂപയും കൊടുത്തു. അച്ഛൻ പാവം, ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ ചെയ്തത് എന്ന് ചോദിക്കൂ. എൻ്റെ പൊന്നോ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ആ പാവത്തിൻ്റെ റേഷൻ കാർഡ് പണയം വെച്ച് അച്ഛൻ 2000 രൂപ ഒപ്പിച്ചു. അതല്ലേ നടന്നത്? വേണമെങ്കിൽ അങ്ങനെയും പറയാം എന്ന് അപ്പം ശ്രീകല പറയും. ഇപ്പോൾ അവൻ റേഷൻ കാർഡിന് നടക്കുക. 2000 രൂപ കൊണ്ടുവരട്ടെ, അപ്പം റേഷൻ കാർഡ് തിരിച്ചു മേടിച്ചു കൊടുക്കാം. ഒരു മാറ്റവും ഇല്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ പറ്റിച്ചും തട്ടിച്ചും എത്ര കാലം ജീവിക്കൂന്നാ?
ഓരോ അവസ്ഥകളല്ലേ പെണ്ണെ. ഓ, എന്തെങ്കിലും കാണിക്കുക അച്ഛനും അമ്മയും കൂടി. ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനായിട്ടാ. അച്ഛനും അമ്മയും ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, എന്താ വല്ല കള്ളങ്ങളും അറിഞ്ഞോ? അല്ല, ഞങ്ങളെ എന്തിനാ അവിടെ അന്വേഷിക്കുന്നത്? ആനന്ദ് എന്തെങ്കിലും പറഞ്ഞോ മോളെ? എൻ്റെ ആനന്ദേട്ടനെ വാക്കിന് വിലയുള്ള ആളാ. പെൺമക്കൾ ഗൾഫിനെ ആവുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ചടങ്ങുണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് സുകന്യേച്ചി ചോദിച്ചു. ഓ, അത്രയുള്ള കാര്യം. പാവം അമ്മ. ഉദയഭാനു സാറ് ഇവിടെ വന്ന് തള്ളിയതെല്ലാം സത്യമാണെന്ന് കരുതി സുകന്യേച്ചിയുടെ മുന്നിൽ ഞാൻ നാണം കെടണ്ടെന്ന് കരുതി എന്നെപ്പറ്റി എന്തൊക്കെയാ പൊക്കി പറഞ്ഞെന്നറിയാവോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ തിരക്ക് കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരാത്തതെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അറിയോ? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ല മോളെ, നീ എന്താ പറഞ്ഞു വരുന്നേ? എന്തേ പലഹാരങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അപ്പോൾ ദേവി ചോദിക്കും. ഇല്ല, ദയവ് ചെയ്ത് വരരുത്. എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തതാ. ഏതെങ്കിലും പാവത്തിൻ്റെ ആധാർ കാർഡോ റേഷൻ കാർഡോ ഒക്കെ പണയം വെച്ചിട്ടായിരിക്കുമല്ലോ എനിക്ക് പലഹാരം മേടിച്ചുകൊണ്ട് വരാനുള്ള കാശ് ഒപ്പിക്കുന്നേ. ആ പ്രാക്കും കൂടി എനിക്ക് ഏൽപ്പിക്കരുത് പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടണം. ദേ മോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദേവി. ഞാൻ ഇങ്ങനെയേ പറയൂ. നിങ്ങൾ കാരണം ഞാൻ അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് എന്നെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് വെറുതെ വിടണം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചാൽ എന്തെങ്കിലും തിരക്ക് പറഞ്ഞു ഒഴിഞ്ഞേക്കണം. ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ല, മനസ്സിലായോ എന്ന് ചോദിക്കുക. എത്ര ഗതികെട്ടവരാണെങ്കിലും സ്വന്തം മോള് ഗർഭിണിയായിരിക്കുമ്പം പോയി കാണാത്ത പേരൻസ് ഉണ്ടോടി എന്ന് ശ്രീകല ചോദിക്കും. വരണ്ടെന്ന് പറഞ്ഞതേ വേറൊരു കാരണം കൊണ്ടും കൂടിയാ. അതെന്താ? ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയൊന്നും അല്ല സുകന്യേച്ചി. എല്ലാ കാര്യങ്ങളും സംശയത്തിൻ്റെ കണ്ണോടുകൂടിയാ അവർ കാണുന്നത് എന്ന് പറയൂട്ടോ ദേവി. അച്ഛനോടും അമ്മയോടും 10 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങളുടെ ഫുൾ ഉടായ്പും അവർക്ക് മനസ്സിലാവും. അതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും തീരുമാനവും ആകും. അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? നീ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് ശ്രീകല പറയൂട്ടോ. അപ്പോൾ ദേവി ഫോൺ കട്ടും ചെയ്യും. എൻ്റെ ദൈവമേ, ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ പോയി അവസാനിക്കുമോ? മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ എന്ന് ദേവി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പറയണേ. അതേസമയം ശ്രീകലയാണെങ്കിൽ ദേവി ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പം അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഉദയഭാനു അങ്ങോട്ട് വരിക. എന്തു പറ്റി ശ്രീകലെ? നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല ഉദയേട്ടാ, നിനക്കിങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കുന്ന എന്തെങ്കിലും നേർച്ച ഉണ്ടോടി എന്ന് ചോദിക്കുക. എൻ്റെ ശ്രീകലെ, ദേവമംഗലത്തേക്ക് ചെല്ലരുതെന്നല്ലേ ദേവി നമ്മളോട് പറഞ്ഞത്? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും എന്ന് ചോദിക്കാം. അവൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ശ്രീകല ചോദിക്കുക. ഓ എടി ദേവി, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നീ അതൊന്നും ആദ്യം മനസ്സിലാക്കുക എന്ന് ഉദയഭാനു വീണ്ടും പറയാം. ആ സുകന്യക്ക് എന്തെങ്കിലും ഡൗട്ട് അടയ്ക്കും, അത് പേടിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുക. പിന്നെ ഒരു സുകന്യ കില്ലാടിയായ ബാലനെ അതിവിദഗ്ധമായി പറ്റിച്ച് നമുക്ക് ഇത്രയും കാലം ജീവിക്കാൻ പറ്റിയെങ്കിൽ ഈ ചുകന്യ എന്നൊക്കെ പറയുന്നത് വെറും ചീള് കേസാ, വെറും ചീള് ചുകന്യ. അപ്പൊ ഉദയഭാനു പറയും, അത് ശരിയാ, അവള് ഗർഭിണിയാന്ന് അറിഞ്ഞിട്ടേ ഇതുവരെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചെന്നില്ലേ, അത് മോശമാ. എന്തെല്ലാം ത്യാഗങ്ങളാ നമുക്ക് വേണ്ടി നമ്മുടെ മോള് സഹിച്ചത്. അതൊക്കെ മറന്നോ? അവക്ക് നമ്മളെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഉദയേട്ടാ? നമ്മൾ ചെല്ലണം, നമ്മൾ കാണാൻ അവളുടെ മനസ്സ് കൊതിക്കുന്നുണ്ട്. ആ സത്യം, എനിക്കറിയാം അവളുടെ മനസ്സ്. അവളുടെ അമ്മയാ ഞാൻ. എൻ്റെ മോളെ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചാലേ പെറ്റ വയറിനത് മനസ്സിലാകും എന്ന് ശ്രീകല പറയും. അതെ, അമ്മയും മോളും തമ്മിലുള്ള ടെലിപ്പതി കണക്കും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. നിനക്ക് എന്താ വേണ്ടത്? ദേവമംഗലത്തേക്ക് പോകണം, മോളെ കാണണം, അത്രയല്ലേ ഉള്ളൂ എന്ന് ഉദയഭാനു ചോദിക്കാം. നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു? ഓട്ടോറിക്ഷയിൽ. അന്ന് ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, ലളിത ജീവിതം ഓട്ടോറിക്ഷ. എൻ്റെ ഉദയേട്ട, അതല്ല. വേറും കൈയോടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പലഹാരം എന്തേലും വാങ്ങിച്ചുകൊണ്ട് പോവണ്ടേ? ഓ അങ്ങനെ. കോടീശ്വരനായ ഉദയഭാനുവിൻ്റെ മൂത്ത മോള. ആ കോടീശ്വരൻ്റെ എല്ലാ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതി വേണം നമ്മൾ പലഹാരങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ എന്ന് ശ്രീകല പറയും. അത് ശരിയാക്കാം. എങ്ങനെ എന്നപ്പോൾ ശ്രീകല ചോദിക്കുക. ആ രമേശൻ നിങ്ങളെ കൊല്ലാൻ നടക്കുമോ? അതെന്തിനാ? അവൻ്റെ റേഷൻ കാർഡ് മേടിച്ചുകൊണ്ട് പോയി മറിച്ച് വിറ്റില്ലേ? അത് എടുത്തോ കൊടുക്കാൻ പോലും നിങ്ങളുടെ കയ്യിൽ 2000 രൂപ എടുക്കാനില്ല. എന്നിട്ടാണ് നിങ്ങൾ പലഹാരം മേടിക്കാൻ പോകുന്നത്. അതേ ഉദയേട്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത്. അപ്പം പലഹാരത്തിൻ്റെ കാര്യം നടക്കില്ല. പക്ഷെ നിരാശപ്പെടേണ്ട, വേറൊരു ഐഡിയ ഉണ്ട്. വെറും കൈയോടെ അല്ല നമ്മൾ ദേവിമോളെ കാണാൻ പോകുന്നത്. എന്ന് വെച്ചാ, എടി നീ കേട്ടിട്ടില്ലേ,
നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രകൃതി നമുക്ക് ചുട്ടുപെറുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി പ്രകൃതിയുടെ അനുവാദത്തോടെ നമ്മളത് സ്വന്തമാക്കുന്നു. അത്ര തന്നെ. നിനക്കൊരു തേങ്ങയും മനസ്സിലായില്ല അല്ലേ ശ്രീകല? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്താ ഈ പറയുന്ന എൻ്റെ ഉദയേട്ട എന്ന് ശ്രീകല ചോദിക്കും. ഇതൊരു ആക്ഷൻ പ്ലാനാ. എന്ത് പ്ലാൻ? പറഞ്ഞാൽ മനസ്സിലാകില്ല, കണ്ട് തന്നെ നീ മനസ്സിലാക്കണം. നീ ഞെട്ടും എൻ്റെ ഐഡിയ കണ്ടു കഴിയുമ്പോൾ. ഈ ഉദയഭാനുവിനെ നീ അങ്ങനെ നിസ്സാരനാക്കി കാണരുത്. എന്തൊക്കെ ഐഡിയകളാ എൻ്റെ ഈ തലയിലുള്ളതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണേ. അതേസമയം ദേവമംഗലത്ത് സുകന്യ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. ഉദയഭാനു സാറിനെ പോലെ ധർമ്മേട്ടനെയും ഒരു ബിസിനസ് മാഗ്നറ്റ് ആക്കണം. അപ്പോൾ അടിപൊളിയായിരിക്കും. പക്ഷെ ധർമ്മേട്ടന് ആ കഴിവൊന്നുമില്ല. പക്ഷെ എങ്ങനെയും മാറ്റിയെടുക്കണം എന്നൊക്കെ നമ്മുടെ സുകന്യ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മേട്ടനൊരു കോടീശ്വരനായാലേ എനിക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കടയിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോന്ന ഒരു പുരോഗതി ഉണ്ടാവില്ല. എന്നും ഇങ്ങനെ ജീവിക്കാനൊന്നും ഈ സുകന്യനെ കിട്ടത്തുമില്ല. ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുക്കണം എന്നൊക്കെ സുകന്യ പറയാണ്. പക്ഷേ ഈ സുകന്യയ്ക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ. എൻ്റെ ഭർത്താവ് കോടീശ്വരനാകേണ്ടത് എൻ്റെ ആവശ്യമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ലണ്ടനിൽ, ലഞ്ച് പാരീസിൽ, ആ ലെവലിൽ ധർമ്മേട്ടൻ വളരണം. അടിപൊളിയായിരിക്കും. അതിനുവേണ്ടി ഈ സുകന്യ തന്നെ മുന്നിട്ടിറങ്ങണം. അതിന് ചെയ്യാനുള്ളതെല്ലാം ഈ സുകന്യ തന്നെ ചെയ്യണം. ധർമ്മേട്ടനെ ഒരു കോടീശ്വരനാക്കണം എന്നൊക്കെ സ്വയം ഇങ്ങനെ ആലോചിച്ച് കൂട്ടുവാണ് കേട്ടോ സുകന്യ. എന്തായാലും വളരെ വലിയ സ്വപ്നങ്ങളും കണ്ടാണ് സുകന്യ കിടക്കുന്നത്. പിന്നെ ഈ ഞാൻ ആരാ? മഹാറാണി. എനിക്ക് കിട്ടാൻ പോകുന്നത് റോയൽ ലൈഫ്. അങ്ങനെ ഒരു ലൈഫിൽ ഈ സുകന്യ അറമാദിക്കും, ആടിപ്പാടും. ഞാൻ ആഗ്രഹിച്ച പോലെ ഒക്കെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ സ്വപ്നം കണ്ട് സുകന്യ കിടക്കാണ് കേട്ടോ. നമ്മുടെ സുകന്യ ധർമ്മൻ കോടീശ്വരനായി കോടിക്കണക്കിന് വിലമതിപ്പുള്ള ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ സ്വപ്നം കാണുകയാണ് കേട്ടോ. അപ്പം സുകന്യനെയും ധർമ്മനെയും കാത്ത് അവരുടെ ജോലിക്കാരൊക്കെ കാത്ത് നിൽക്കുകയൊക്കെയാണ്. അപ്പം ജോലിക്കാരൊക്കെ ചോദിക്കുക, സാർ ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായി മാറാൻ സാറിന് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ധർമ്മൻ പറയാണ്, അതിനൊക്കെ കാരണം എൻ്റെ ഈ ഭാര്യയാണ്. എൻ്റെ എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ, എൻ്റെ ഐശ്വര്യത്തിന് പിന്നിൽ എല്ലാം സുകന്യ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയാണ്. ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു കടയിൽ നിന്നും ഇന്ന് കാണുന്ന ഈ വലിയൊരു ബിസിനസ്സുകാരനായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം അധ്വാനമല്ല, ഇവളുടെ കൂടിയാ എന്ന് പറയാണ്. ഓഹോ അതെയോ സാർ എന്ന് അപ്പോൾ അവരൊക്കെ ചോദിക്കുകയാണ്, അല്ല സാർ ഇത്രയും സമയത്തിന് വിലമതിപ്പുള്ള സാറ് ഇന്നെന്താണ് ഇന്ത്യയിൽ വരാൻ കാരണം എന്ന് ചോദിക്കുക. അതാണ് അറിയേണ്ട കാര്യം തന്നെയാണ്. എൻ്റെ എല്ലാ ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും കാരണക്കാരിയായ എൻ്റെ പ്രിയതമയുടെ ജന്മദിനമാണ് ഇന്ന്. അത് ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ നമ്മുടെ ധർമ്മം പറയണേ കേട്ടോ. ഇന്ന് മേഡത്തിൻ്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മാം. അല്ല സാർ, ഇന്ന് എന്താണ് മാം സാറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്? അതോ എന്നും പറഞ്ഞ് ധർമ്മൻ കാറിൻ്റെ ഡോറ് തുറന്ന് പെട്ടെന്നൊരു ഗിഫ്റ്റ് ബോക്സുമായിട്ട് അങ്ങോട്ട് വരിക. ഇത് കണ്ടോ, 5 കോടി വിലമതിപ്പുള്ള നെക്ലേസ് ആണ്. വെറും നെക്ലേസ് അല്ല, ഡയമണ്ട് നെക്ലേസ്. ഇതാണ് ഞാനൊരു സുകന്യയ്ക്കായിട്ട് ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നൽകുന്നത് എന്നും പറഞ്ഞ് സുകന്യയുടെ കഴുത്തിൽ അത് ധർമ്മം തന്നെ അണിയിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യ വളരെ നന്നായിട്ടുണ്ട് ധർമ്മേട്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സുകന്യയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ധർമ്മനെ കൊണ്ട് എന്തൊക്കെ കോലം കെട്ടിക്കുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ